രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു. സാറ്റർഡേ ദിവസം ഇവിടെ മാഗിയ ഉണ്ടാക്കുന്നത്, ആഴ്ച ഒരു ദിവസം മാഗിയ. അപ്പോൾ മാഗിയൊക്കെ ഇച്ചിരി പച്ചക്കറി ഇട്ടിട്ടുണ്ട്. പച്ചക്കറി ഇടാതെ കഴിക്കുന്നവർക്ക് അങ്ങനെ കൊടുത്തു. അപ്പം ഞാൻ ഇച്ചിരി പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് മാഗി ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. ഇപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അപ്പോൾ അരിയും കൂടെ കഴുകി ഒന്ന് അടപ്പത്തോട്ടിട്ടെ. അത് ഇത്തിരി വേവുള്ള അരിയാണ്. അപ്പോൾ അരി തിളച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഓഫാക്കിയിടും. ചിലപ്പോൾ അതൊന്നുകൂടെ തിളപ്പിക്കും, ഇല്ലെങ്കിൽ വെന്ത് കിടക്കുവാണെങ്കിൽ അതങ്ങ് പിന്നെ വാർക്കത്തേ ഉള്ളൂ. അപ്പോൾ അരിയും കൂടെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പം മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അയല മീനായിരുന്നു. അതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പം ഞാൻ ആ വെട്ടിയിടുന്നത് പുളിവെള്ളത്തിലോട്ടാണ്. എന്നിട്ട് നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. പുളിവെള്ളത്തിൽ ഇട്ട് കഴുകുമ്പോൾ നന്നായിട്ട് ഉളുമ്പൊക്കെ പോവും. അപ്പം ഞാൻ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഞാനിന്ന് നന്നായിട്ടൊന്ന് ചതച്ചാണ് ചേർത്തത്. മിക്കവാറും ഞാൻ അരിഞ്ഞാണ് ചേർക്കുന്നത്. ഇന്നപ്പോൾ ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ഇല്ലായിരുന്നു, ഇത്തിരി ഉണങ്ങിയ കറിവേപ്പിലയായിരുന്നു. കറിവേപ്പില ഇട്ട് ആവശ്യത്തിനുള്ള ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 4-5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എത്ര മീനുണ്ടോ അതനുസരിച്ച്. പിന്നെ പുളിയും പുളിവെള്ളവും ഉപ്പും, ഇച്ചിരി ഗ്രേവി കൂടിപ്പോയി, ഇത്തിരി വെള്ളം. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനൂടെ പറക്കിയിട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഞാൻ ഇപ്പോഴേ അങ്ങ് ഇട്ടു. ചില സമയത്ത് മീൻ തിളച്ച് കഴിഞ്ഞിട്ട് ചേർക്കും. ഇന്ന് പക്ഷേ ഞാനങ്ങ് ഉലുവാപ്പൊടി നേരത്തെ ചേർത്ത് ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നുകൊണ്ട് അതിലേക്ക് നമുക്ക് മീനൂടെ പറക്കിയിട്ട് കൊടുക്കാമേ. എന്നിട്ട് കറിവേപ്പിലയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വരും. പിന്നെ നമുക്ക് ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. പിന്നെ ഒരു തോരൻ വെക്കുന്നുണ്ട്, പയർ തോരൻ. ഞാൻ പയറിൻ്റെ അകത്ത് തന്നെ സവാളയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഉപ്പും ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കൈ കൊണ്ട് നന്നായി ഞെവിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിക്കകത്ത് ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് ഇതോടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഞാൻ പിന്നെ ഒരു ഇച്ചിരി ആ പാത്രം കഴുകി ഒരു സ്വല്പം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. നമ്മുടെ തോരനൊക്കെ അപ്പം റെഡിയായി കിട്ടും. അപ്പോൾ തോരനൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ റെഡി ആയിട്ടുണ്ട്. മീൻകറിയൊക്കെ പറ്റി വന്ന് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നലത്തെ സാമ്പാറുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.